പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർജറി. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ. പണ്ട് 2 മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. CPIM തൃശൂർ സമ്മേളനത്തിന് തുടക്കം. കുന്നംകുളം ടൗൺ ഹാളിലെ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. CPIM ജില്ലാ സമ്മേളനങ്ങളിൽ അവസാനത്തെ സമ്മേളനമാണ് തൃശൂരിലേത്. പാർട്ടി സമ്മേളനം പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കൽ മാത്രമല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ജനകീയ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിലുള്ള സമ്മേളന പ്രക്രിയയാണ് നടന്നത്. സമ്മേളനത്തിൽ വിമർശനമുണ്ടായി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. സമ്മേളനത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിമർശനവും സ്വയം വിമർശനവുമാണ്. മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ലോക പശ്ചാത്തലത്തിൽ തീവ്ര വലതുപക്ഷ കക്ഷികൾക്ക് വലിയ മുൻകൈ ലഭിക്കുന്നു. തികച്ചും സ്വേച്ഛാധിപത്യ നിലപാടാണ് ട്രംപിന്റെ വരവോടുകൂടി സ്വീകരിക്കുന്നത്. നാടുകടത്തപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ കൈയും കാലും വിലങ്ങിട്ടാണ് കയറ്റി അയച്ചത്. അമേരിക്കയുടെ രീതി എന്നാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞത്. ഇന്ത്യയേക്കാൾ ചെറിയ മെക്സിക്കോ വരെ ശക്തമായി പ്രതികരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരക്ഷരം മിണ്ടിയില്ല. രാജ്യം ശക്തമായി പ്രതികരിച്ചു. അപ്പോഴാണ് വിദേശകാര്യ സെക്രട്ടറി പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞത്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാട് പ്രതിഷേധാർഹമാണ്. AI-ക്കെതിരെ വലിയ സമരം ഭാവിയിൽ ശക്തിപ്പെടുമെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. AI ഉപയോഗിക്കുമ്പോൾ കുത്തക മൂലധനം കൂടും. കുറേ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും. കുത്തകകളുടെ ഉൽപ്പാദനോൽപാദിക്ക് കരുത്ത് പകരുന്നതാകും AI. 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഹിന്ദു രാഷ്ട്രം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് BJP പ്രതീക്ഷിച്ചത്. BJPയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന നിലപാടാണ് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. അതുവരെ BJPയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നാണ് എല്ലാവരും കരുതിയത്. പിന്നീട് യെച്ചൂരിയുടെ നേതൃത്വത്തിൽ നടത്തിയ നീക്കമാണ് ഇന്ത്യ ബ്ലോക്കിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJPയെ ജയിപ്പിച്ചത് കോൺഗ്രസിന്റെ വല്യേട്ടൻ മനോഭാവം. BJP വിരുദ്ധ ബ്ലോക്കായി പ്രവർത്തിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഡൽഹി ഭരണം തളികയിൽ വെച്ച് BJPക്ക് നൽകിയത് കോൺഗ്രസും AAPയും ഒന്നിച്ചു നിന്നാൽ കൂട്ടുകക്ഷി സർക്കാരിന് അധികാരത്തിലെത്താനാകും. കുറെ പഠിക്കാനുണ്ടെന്നാണ് ഇന്ന് പ്രിയങ്ക പറഞ്ഞത്. എന്തു പഠിക്കാനാണ്? ലളിതമായി പഠിക്കൂ. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. 19 മുതൽ 5 ദിവസത്തെ ഏരിയ കാൽനട ജാഥ, ജില്ലാ കേന്ദ്ര ഓഫീസ് ഉപരോധവും സംഘടിപ്പിക്കുമെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.